വർഷങ്ങളായുള്ള സേവന പാരമ്പര്യവുമായി മാണി സൺസ് സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള പലചരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺസ് സൂപ്പർ മാർക്കറ്റ്. ബ്രാൻഡഡ് അരികൾ, പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ, ബ്രാൻഡഡ് കറി പൗഡറുകൾ, സ്പൈസസ്, ഡ്രൈ ഫ്രൂട്ട്സ്, എസൻസ് എന്നിവയും സ്റ്റീൽ, അലുമിനിയം, പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം. വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം. എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടക്കീഴിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓട്ടുപാറ, വടക്കാഞ്ചേരി. ഫോൺ നമ്പർ 9072303443 8078417443. മഹാശിവരാത്രിയോടനുബന്ധിച്ച് വടക്കാഞ്ചേരി കരുമരക്കാട് ശിവക്ഷേത്രത്തിൽ വിവിധ പരിപാടികൾ നടന്നു. രാവിലെ നട തുറന്ന ശേഷം ഗണപതി ഹോമം, അഭിഷേകം, മലർ നിവേദ്യം, നവകം, പഞ്ചഗവ്യം, ധാര, ഉച്ചപൂജ, ശ്രീഭൂതബലി, അഷ്ടപതി, ഭക്തി പ്രഭാഷണം എന്നിവ നടന്നു. 144 വർഷത്തിനു ശേഷം വരുന്ന കുംഭമേളയ്ക്ക് ശേഷം വരുന്ന മഹാശിവരാത്രിക്ക് ഏറെ പ്രത്യേകതയുള്ളതിനാൽ നിരവധി ഭക്തർ ക്ഷേത്രത്തിൽ എത്തിയിരുന്നു എന്ന് ദേവസ്വം ഓഫീസർ മഞ്ജുഷ് KS, PN ഗോകുലൻ, റവന്യൂ ഇൻസ്പെക്ടർ A രജനി, K ഹേമലത, ബിനു S ബാലകൃഷ്ണൻ എന്നിവർ അറിയിച്ചു. വടക്കാഞ്ചേരി കരുമരക്കാട് ശിവക്ഷേത്രത്തിലെ ശിവരാത്രി ആഘോഷങ്ങളാണ് ഇവിടെ നടന്നു വരുന്നത്. രാവിലെ ഇന്ന് 4 മണി മുതൽ ക്ഷേത്രം തുറന്ന് 12 മണി വരെ ധാര നടക്കുകയാണ്. 12 മണി വരെ സമയം ക്ഷേത്രം തുറന്ന് പ്രവർത്തിക്കുന്നതാണ്. വൈകിട്ട് അതേപോലെ തന്നെ നേരത്തെ 4 മണിക്ക് നട തുറന്ന് 9 മണി വരെ ക്ഷേത്രത്തിൽ നട തുറന്ന് ഭക്തർക്ക് തൊഴാനും അതേപോലെ ധാര, വിശേഷാൽ വഴിപാടുകൾ കഴിക്കാനുള്ള സൗകര്യങ്ങൾക്ക് ഈ പ്രാവശ്യം ദേവസ്വം ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ ഭക്തർക്ക് തൊഴുവാനും വഴിപാട് കഴിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ കൂടുതലായിട്ട് ക്ഷേത്രത്തിനകത്ത് ദേവസ്വത്താണ് ഒരുക്കിയിട്ടുണ്ട്. എല്ലാ 1000-ലേറെ ഭക്തജനങ്ങളെ ശിവരാത്രി കഴിഞ്ഞ തവണ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇത്തവണയും വൈകുന്നേരം ഉത്രാളിപ്പൂരം കഴിഞ്ഞതുകൊണ്ട് രാവിലെ കുറച്ച് തിരക്ക് കഴിഞ്ഞ തവണത്തേക്കാളും കുറവ് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിലും വൈകുന്നേരം കൂടുതൽ തിരക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ശിവരാത്രി അകത്ത് നടക്കുന്ന പൂജാതി കാര്യങ്ങളിലൊക്കെ നടത്തുന്നതിനും അതേപോലെ വഴിപാടുകൾ കഴിക്കുന്നതിനും ഒക്കെ എല്ലാ ഭക്തജനങ്ങൾക്കും വേണ്ടത്ര സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ഭക്തജനങ്ങളെയും ക്ഷേത്രാങ്കണത്തിലേക്ക് ക്ഷണിക്കുന്നു. വടക്കാഞ്ചേരി കരുമരക്കാട് ശിവക്ഷേത്രത്തിലെ ശിവരാത്രി ആഘോഷത്തിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഇന്നത്തെ ശിവരാത്രിക്ക് ലോകമെമ്പാടും ഒരു പ്രത്യേകതയുണ്ട്. നമുക്കറിയാം 144 കൊല്ലം കൂടുമ്പോൾ നടക്കുന്ന മഹാശിവരാത്രിയോട് ബന്ധപ്പെട്ട കുംഭമേളയുടെ അവസാന ദിവസമാണ് ഇന്ന്. നമ്മുടെയും അടുത്ത തലമുറയും പിന്നത്തെ തലമുറയും ഒക്കെ കാണാൻ പറ്റാത്തൊരു അപൂർവ നിമിഷമാണ് ഇന്നത്തെ ശിവരാത്രിക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഭക്തജന പ്രവാഹമാണ് വടക്കാഞ്ചേരി ശിവക്ഷേത്രത്തിലേക്ക് വരുന്നത്. ഇതിനോട് ബന്ധപ്പെട്ട് നമുക്കിന്ന് വൈകുന്നേരം കലാപരിപാടികളുണ്ട്. അഷ്ടപതി സംഗീത കച്ചേരി, അത് കഴിഞ്ഞാൽ ഡാൻസ്, അത് കഴിഞ്ഞാൽ നമ്മുടെ വടക്കാഞ്ചേരിയിലുള്ള ഭക്തയുടെ മറ്റേ ശിവരാത്രിയെക്കുറിച്ചുള്ള പ്രഭാഷണം, അത് എല്ലാറ്റിനും ശേഷം അവസാനം ഒരു 10 മണിയോട് കൂടിയിട്ട് വന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ലഘു ഭക്ഷണവും ഉണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യത്തെ ശിവരാത്രി അതിഗംഭീരമായി നമ്മുടെ ദേവസ്വം ഓഫീസർ മഞ്ജുഷിൻ്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി ശിവക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഓഫീസർ ഇവിടെ പറഞ്ഞ പോലെ ഞങ്ങൾ ദേവസ്വത്തിൻ്റെതായ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഭക്തർക്ക് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് തൊഴുവാനും പ്രാർത്ഥിക്കുവാനും ശിവരാത്രി ആഘോഷിക്കുവാനും ഇതേ കലാപരിപാടികൾ ആഘോഷ സമിതി അവരും ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ആസ്വദിച്ചുകൊണ്ട് വഴിപാടും നടത്തി നല്ല തൃപ്തിയായിട്ട് ഭക്തരെ പോകുന്നതിന് തൊഴുത് മടങ്ങുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരെയും കരുമരക്കാട് ശിവക്ഷേത്രത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ശിവരാത്രി മാഹാത്മ്യം ശിവപുരാണത്തിലാണ് പരാമർശിച്ചിട്ടുള്ളത്. ഇത് സൂത മഹാശയൻ, അദ്ദേഹം ബ്രാഹ്മണനൊന്നുമല്ല, താഴ്ന്ന ജാതിയിലുള്ള ആളാണ്. പക്ഷേ നല്ല ജ്ഞാനമുള്ള ആളും ജ്ഞാനദാതാവുമാണ്. നമുക്ക് അറിവുണ്ടായാൽ മാത്രം പോരാല്ലോ, നല്ല വിവരിച്ച് കൊടുക്കാനുള്ള കഴിവുണ്ടാവണം. അങ്ങനെയുള്ള ആളാണെന്ന് കണ്ടുകൊണ്ട് നൈമിഷാരണ്യത്തിൽ ഇദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് വരും. മഹർഷിമാർ
തപസ്സും അവരുടെ നിത്യവൃത്തികളായിട്ട് കഴിയുന്ന ഇടയിൽ കാണുമ്പോൾ അവർ അവസരം പാഴാക്കില്ല. സൂതമഹാശയനോട് എപ്പോഴും ഓരോ സംശയം ചോദിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു ദിവസം അവർ ചോദിച്ചു, മഹാത്മാവേ, നമുക്ക് ഈ ഭൂമിയിൽ ഭുക്തിയും മുക്തിയും, ഭുക്തി മീൻസ് ഭൗതിക സൗഭാഗ്യം, ഭൗതിക സൗഭാഗ്യവും അവസാനം ഭഗവാനിൽ എത്തിച്ചേരാനും എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, സംശയിക്കേണ്ട, നമ്മൾ മഹാദേവനെ ആശ്രയിക്കുക, ശിവപുരാണം പാരായണം ചെയ്യുക, ശ്ലോകങ്ങൾ ഒക്കെ നമ്മൾ ജപിക്കുക. ഇതാണ് ഏറ്റവും മഹാശേഷം. ഭഗവാന്റെ പൂജകളിൽ ധാരാളമുണ്ടെങ്കിലും ഭഗവാന് ഏറ്റവും ഇഷ്ടം മഹാശിവരാത്രിയാണെന്ന് ഭഗവാൻ തന്നെ പറയുന്നുണ്ടെന്നാണ് പറയുന്നത് സൂതമഹാശയൻ. ഞാൻ പറയണതല്ല എന്ന് എളിമയോടുകൂടി പറയണം. അന്നത്തെ മഹർഷിമാരും ജ്ഞാനികളും അങ്ങനെയാണ്, എളിമയോടുകൂടിയേ പറയാം. ഞാൻ പറഞ്ഞതല്ല കേട്ടോ, ഇതിനു മുമ്പ് പലരും പറഞ്ഞിട്ടുള്ളതാണ് എന്ന്. അങ്ങനെ ഇത് ഭഗവാൻ സൃഷ്ടികർത്താവായ ബ്രഹ്മാവിനും സംരക്ഷകനായ വിഷ്ണു ഭഗവാനും തൻ്റെ ഭാര്യയായ ഉമാദേവിക്കും പറഞ്ഞു കൊടുത്തിട്ടുള്ളത് തന്നെയാണെന്നാണ് പറയണത്. അപ്പോൾ ഇതിൽ പിന്നെ നമുക്ക് അതിശയോക്തിയുടെയോ സംശയത്തിൻ്റെയോ ആവശ്യമില്ല ആ ശിവരാത്രി മാഹാത്മ്യത്തെപ്പറ്റി. എൻ്റെ അനുഭവത്തിൽ ഇത് ആദ്യമായിട്ടാണ് ഇത്ര നേരം നമ്മുടെ കരുമരക്കാട് ക്ഷേത്രത്തിൽ ശിവരാത്രിക്ക് ഇത്രയും പ്രാധാന്യം ഞാൻ കണ്ടിട്ടുള്ളത് ആദ്യമായിട്ടാണ്. അതിൽ വളരെയധികം ദേവസ്വം ഓഫീസർക്കും ദേവസ്വം ജീവനക്കാർക്കും എല്ലാ ഭക്തജനങ്ങൾക്കും നന്ദിയുണ്ട്. പിന്നെ വൈകിട്ട് അഷ്ടാഭിഷേകം നടക്കുന്നുണ്ട്. എല്ലാ ഭക്തജനങ്ങളെയും ഞങ്ങൾ എല്ലാവരും, കമ്മിറ്റി അംഗങ്ങളും ദേവസ്വം അംഗങ്ങളും എല്ലാവരും എല്ലാ ഭക്തജനങ്ങളെയും സഹൃദയം ക്ഷണിക്കുന്നു. എല്ലാവരും ഒന്ന് ഞങ്ങളോടൊപ്പം ഒത്തുചേരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.